ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് ഇന്നൊരു കിടിലം പോലത്തെ ഒരു ഡിയോ റാങ്കിഡ് മച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്നോട് ഗൈസ് സരസ്വാനുള്ളത് ഞങ്ങൾ രണ്ടിൻ്റെയും പി ഒക്ക് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അതായത് ഗൈസ് ഞങ്ങൾ രണ്ടുപേരും വീഡിയോ എടുക്കുന്നതുകൊണ്ട് വരെയുണ്ടല്ലോ ഈ ഒരു മാച്ചിനകത്ത് മാക്സിമം ഡെഡ് ആകാതിരിക്കാനുള്ള ചാൻസ് നമ്മൾ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. അത് മാത്രമല്ല ഗൈസ് നമ്മുടെ ഉണ്ടല്ലോ മാപ്പിനകത്ത് ഫുൾ റിവ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടുണ്ടല്ലോ എന്നാൽ പിന്നെ പോയി ചാവട്ടെ, കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ടീമേറ്റ് പൊക്കി വിടുവോ, ഇപ്പോൾ പൊക്കി വിടുമല്ലോ എന്നൊരു ചിന്തയുണ്ടല്ലോ. ചുമ്മാ ഒന്നും നോക്കാതെ കയറി അടിക്കുന്നില്ലേ. സോ ആ ഒരു സംഭവം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. മാക്സിമം ഡെഡ് ആവാതെ ഒരു വട്ടം പോലും ചാവാതെ മാക്സിമം ഈ ഒരു മാച്ച് ബോയെ അടിച്ച് കിടിലം പോലത്തെ കില്ലുകളൊക്കെ എടുത്ത് നൈസായിട്ട് സ്ട്രാറ്റജിക്ക് പരമായിട്ട് ജയിക്കാൻ വേണ്ടി പറ്റുമോ എന്നാണ് നമ്മൾ ഈ ഒരു മാച്ചിൽ നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമ്മൾ നേരെ ഇറങ്ങിയിരിക്കുന്നത് മില്ലിലേക്കായിരുന്നു. നോക്കുന്ന സമയത്ത് കൂടെ തന്നെ ഉണ്ടല്ലോ 2 ഡിയോ നമ്മുടെ കൂടെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തന്നെ കേസ് നമ്മുടെ കൂടെ ഇറങ്ങിയിരിക്കുന്ന ഒരു കാട്ടുവാരനെ ആ ഒരു മിനിയൂസ് വെച്ച് രണ്ടുപേരും കൂടെ അങ്ങ് കളിച്ചിട്ടുണ്ടായിരുന്നു. അവനെയും കളിച്ച് കംപ്ലീറ്റ് ആക്കി പെട്ടെന്ന് ഉണ്ടല്ലോ ഗണ്ണ് എടുക്കണം. കാര്യം ഇവിടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ ഗണ്ണ് കിട്ടും, എത്രമാത്രം കിട്ടിലും ഗണ്ണ് കിട്ടും എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്നുണ്ട്. നേരെ ആ ഒരു ഷോ കേസിനകത്ത് വന്നിട്ടുണ്ടല്ലോ എനിക്ക് വേണ്ട ബൈസനും അതേപോലെ M4A1 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ സരസും ഗണ്ണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുന്ന സമയത്തുണ്ടല്ലോ ഈ ഒരു സ്ഥലം നല്ലൊരു കിട്ടുന്ന സ്ഥലം തന്നെയാണ്. കാര്യം 1 വേ ആണ്. എതിരെ കൂടി എനിമി വന്നു കഴിഞ്ഞാൽ നമുക്ക് നൈസ് കേസ് അടിച്ചവിടെ ഇടാൻ പറ്റും എന്ന് ഉറപ്പായിരുന്നു കേട്ടോ. ഒന്നിറങ്ങി കേസ് ഒരു എനിമി ആണെങ്കിൽ നൈസായിട്ട് കണ്ടന്റിയുടെ സൈഡ് എടുക്കുന്ന സമയത്ത് ഞാൻ നൈസായിട്ടുണ്ടല്ലോ ആ ഒരു മായുന്ന ക്യാരക്ടർ, അതായത് മോറിസ് എന്ന് പറയുന്ന ആ ഒരു ഇൻവിസിബിൾ ആവുന്ന ക്യാരക്ടർ അല്ലേ, ആ ഒരു ക്യാരക്ടർ യൂസ് ചെയ്ത് അവനെ റഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും സരസ്വാക്കിലെടുത്ത് കുഴപ്പമില്ല ഗൈസ്, കിടിലം പോലെ സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. എന്തായാലും നമ്മൾ ഒരു എടുത്തിട്ടുണ്ടായിരുന്നു 36 പേര് ഗൈസ്. ഇപ്പോൾ തന്നെ നോക്കുവാണെങ്കിൽ 36-38 പേര് സംതിങ് ഇപ്പോഴും അലൈവ് തന്നെ ഉണ്ട് കേട്ടോ. എന്തായാലും മേളിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു എനിമി ആണെങ്കിൽ നമ്മുടെ നല്ല അടി മേടിച്ചിട്ട് ജീവനം കൊണ്ട് ഓടുമായിരുന്നു. എൻ്റെ ആണെങ്കിൽ വുഡ് പക്കാണുള്ളത് കേട്ടോ. എന്തായാലും അവൻ എത്ര ദൂരം പോയി കഴിഞ്ഞാലും അവനെ നമുക്ക് നൈസായിട്ട് ഇങ്ങനെ അടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റും. ആ ഒരു ഡ്യൂ നമ്മൾ അവിടെ കംപ്ലീറ്റ് ആക്കി. തൊട്ട് താഴെ നോക്കുന്ന സമയത്തുണ്ടല്ലോ ഇവിടെ നമ്മുടെ കൂടെ ഇറങ്ങിയ വേറൊരു ഡിയും കൂടെ ഉണ്ട്. അവനും കൂടെ വന്നു കഴിഞ്ഞാൽ അവനോട് കംപ്ലീറ്റ് ആക്കാൻ വെച്ചിട്ട് നേരെ കേസ് ലൂട്ട് എടുക്കാൻ വേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കേസ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മാച്ചിലുണ്ടല്ലോ പക്കയായിട്ട് സ്ട്രാറ്റജിക്കൽ പരമായിട്ട് എങ്ങനെ കളിക്കണോ അങ്ങനെ തന്നെ നോക്കി കളിക്കാൻ എന്നൊരു രീതിക്കാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കേസ് ഇത്രയും നാൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഗെയിം പ്ലേ ഒക്കെ സെറ്റ് ആകാൻ കുറച്ച് ടൈം എടുക്കും, എന്തായാലും റെഡിയായി വന്നതിന് ശേഷം കിട്ടുന്ന പോലത്തെ ഗെയിം പ്ലേ ഒക്കെ കാണിച്ചു തരാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതിനുവേണ്ടി കേസ് ഞാൻ നൂബ് അക്കൗണ്ടിനകത്ത് ഹീറോയ്ക്ക് ഇരിക്കുന്ന ഒരു ചലഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു അക്കൗണ്ടിനകത്ത് അത്യാവശ്യം കേസ് റാങ്ക് ഒക്കെ കയറിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടുണ്ടല്ലോ ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്തു പോയി. അതുകൊണ്ടാണ് മറ്റേ ആ ഒരു വീഡിയോ പിന്നെ വരാത്തത് കേട്ടോ. എൻ്റെ ആ ഒരു അക്കൗണ്ടിലെ ഗെയിം പ്ലേ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇവനൊരു തേങ്ങ അറിയത്തില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിച്ചില്ലേ. കുറേ പേര് അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൂബ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കമൻറ്റൊക്കെ കണ്ടിട്ടാണ് ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കുറച്ചുകൂടെ മാച്ചസ് ഒക്കെ കളിച്ച് കുറച്ചുകൂടി സെറ്റ് ആകാൻ വേണ്ടി നോക്കിയിരിക്കുന്നു കേട്ടോ. എന്തായാലും ഇപ്പോൾ ഞാൻ ഗെയിം പ്ലേ കാണുന്ന സമയത്ത് ഓക്കെ ഇപ്പം കുറച്ച് സെറ്റ് ആയിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സത്യമായിട്ട് നിങ്ങൾ തള്ളക്കി വിളിച്ചതിൻ്റെ ആ ഒരു ഇതിൽ തന്നെയാണ് സത്യമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് എൻ്റെ ഗെയിം പ്ലേ ഒന്ന് മെച്ചപ്പെടുത്തത്. അതിൽ നിങ്ങൾക്ക് തന്നെയാണെങ്കിൽ താങ്ക്സ് പറയുള്ളൂ. സോ നിങ്ങൾ എന്തൊക്കെ ബാഡ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടിയിലാണ് എന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം അത്ര ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള അവസ്ഥയിലല്ലോ ഞാൻ ഉണ്ടായിരുന്ന ആ സമയത്ത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എന്തായാലും അത് മാത്രമല്ല കേസിന് ഒറ്റയ്ക്ക് മാത്രം നിങ്ങൾ മാത്രമല്ല നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അത്രയും കൂടെ വന്നിട്ടുണ്ട്. കേസ് സരസ്വ ആയാലും സുയോചേട്ടനായാലും ആരായാലും ഉണ്ടല്ലോ നമ്മളോട് അത്രയും നിന്നിട്ട് മാത്രമാണ് എൻ്റെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു മാച്ച് സരസ്വനോട് കളിക്കുന്നത് കേട്ടോ. അവനാണെങ്കിൽ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ എനിമിനെ കണ്ടു കഴിഞ്ഞാൽ കയറിയും കടിച്ച് കൊല്ലണം, എത്ര റിവൈവിലുണ്ടെങ്കിലും കുഴപ്പമില്ല, റിവൈവ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പോയി കില്ലും എടുത്തോളും. സോ ആ ഒരു സംഭവം ഞാൻ പറ്റി അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടാ ഇനി മുതൽ നമ്മൾ കളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാച്ച് നൈസായിട്ട് കേസ് എന്താണ് ചാവാണ്ട് ഡെഡ് ആവാണ്ട് നമുക്ക് ഈ ഒരു മാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്ത മാച്ചാണ്. അവനും ഇങ്ങനത്തെ ചാൻസസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏതായാലും അത് പറഞ്ഞു നോക്കുന്ന സമയത്ത് സരസ് പറഞ്ഞു വണ്ടി വരുന്നുണ്ടെന്ന് നോക്കിയ സമയത്ത് ഒരു ജീപ്പിനകത്ത് ഒരു എനിമി വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു. അവനാണ് കേസ് കുറച്ച് ഡാമേജ് നിന്നിട്ടുണ്ട്. എൻ്റെ തന്നെ മാഗാണ് കയ്യിലിരിക്കുന്നത് കേട്ടോ. എന്നാലും കേസ് ചാവാനും പാടില്ല, കില്ല് കൊടുക്കണം, ഡെഡ് ആവാൻ പാടില്ല, റിവൈവ് ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ വെച്ചതുകൊണ്ട് നൈസായിട്ട് നോക്കി മാത്രമാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സൈഡിലൂടെ നോക്കുന്ന സമയത്ത് ഒരു എനിമി വന്നു, പുറകെ നോക്കുന്ന സമയത്ത് അപ്പുറത്തേയും വേറെ എനിമി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നൈസായിട്ട് കേസ് മാഞ്ഞ് പോയിട്ട് ആ ലോങ്ങിൽ നിന്ന് സരസിനെ അടിച്ചുകൊണ്ടിരിക്കുന്ന എനിമിയില്ല, അവൻ്റെ നെഞ്ചത്തേക്ക് കയറി മാഗ് വെച്ച് കുത്തിരി പിടുത്തമായിരുന്നു. അവനെന്തായാലും കേസ് 3-4 ഗ്ലൂ ആളൊക്കെ ഇട്ട് നൈസായിട്ട് കേസ് കവർ എടുത്ത് തന്നു. അവൻ്റെ അടുത്തേക്ക് പോയിട്ട് ലാൻഡ് മൈനൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഒന്ന് ലോങ്ങിൽ വെയിറ്റ് ചെയ്യുവാണ്. അവൻ പൊട്ടിച്ച് വന്നു കഴിഞ്ഞാൽ നൈസായിട്ട് അവനെ കംപ്ലീറ്റ് ആക്കാൻ വിചാരിച്ചു കേട്ടോ. അവനെ ഗ്ലൂ വാൾ പൊട്ടിക്കാൻ വേണ്ടി പറ്റത്തില്ല. അവൻ മണ്ടയ്ക്ക് സ്കാനർ ഇട്ടുകൊണ്ട് ഗ്ലൂ വാളിൽ ഭയങ്കര പവറാണ്. നോക്കുന്ന സമയത്ത് സൈഡിൽ കൂടെ വേറെ എനിമിയോട് കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനെ AK വെച്ച് കേസ് കുറച്ച് ഡാമേജ് കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും നൈസായിട്ട് ഡ്രാഗ് വർക്കായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് അവൻ ഗ്ലൂ വാൾ പൊട്ടിച്ച് കയറി വന്നപ്പോൾ അവനെ കേസ് അടിച്ച് നോക്കാക്കി മറ്റവനെ അടിച്ച് കൊല്ലാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്തായാലും മറ്റേന് ബുദ്ധിയുണ്ട്. അവനാണെങ്കിൽ നേരെ പോയിട്ടുണ്ടല്ലോ ടീമേറ്റിനെ റിവൈവ് ആക്കിയിട്ട് എന്താണ് കംപ്ലീറ്റ് പെട്ടെന്ന് തന്നെ പൊക്കാതൊക്കെ വിചാരിച്ചു. പക്ഷേ കേസ് അവൻ്റെ ടീമേറ്റ് ഡെഡ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും അവൻ പൊക്കാൻ വേണ്ടി ഞെക്കാൻ വേണ്ട ചാവടാ എന്ന് 100 വട്ടം പറഞ്ഞു കാണും. എന്നിട്ടാണ് കുത്തിപ്പിടിച്ച് അവൻ ചത്തത്. അപ്പോഴത്തേക്ക് ഇവനെ നമ്മുടെ സരസുവിനെ അടിച്ചു വന്നിട്ട് എനിക്ക് 3 കിലും സരസും കില്ലെടുത്ത് കിട്ടില്ല പോലത്തെ മാച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഒരു കാര്യം പറഞ്ഞു തരാം കേസ്, അതായത് നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതൊരു വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും ഇങ്ങനത്തെ കിടക്കും പോലത്തെ വീഡിയോ ഇടാനും എൻ്റെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാത്തിനും എനിക്ക് നല്ലൊരു എന്താണ് ജസ്റ്റ് ഒരു പ്രോത്സാഹനമായിരിക്കും. അത് മാത്രമല്ല എന്താണ് വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും പോരായ്മയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇമ്പ്രൂവ് ആക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ പച്ചയ്ക്ക് പറഞ്ഞ ഒരു പ്രശ്നവുമില്ല. എന്നാൽ മാത്രമേ ഞാൻ നന്നാക്കത്തുള്ളൂ കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഞാൻ നന്നാക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ വോട്ട് ഇവന്മാർക്ക് ഇതൊക്കെ കണ്ടാൽ മതി എന്നൊരു മൈൻഡ് ഞാനങ്ങ് പോകുന്നതായിരിക്കും കേട്ടോ.
എന്തായാലും ഈ ഒരു മാച്ചിനകത്ത് കേസ് 9 റേറ്റിംഗ് മാത്രമേ ആയുള്ളൂ 3 കിൽ എടുത്തിട്ട്. ഓ മൈ ഗോഡ്, കുഴപ്പമില്ല കേട്ടോ. എന്തായാലും എൻ്റെ ക്യാരക്ടർ സ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേസ്. ഞാൻ മോറോസ് എന്ന് പറഞ്ഞ ഒരു മായുന്ന ക്യാരക്ടർ കേസ്, ഇൻവിസിബിൾ ആവുന്ന ആ ഒരു ക്യാരക്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ കേസ് നമ്മുടെ നാരി എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിലെ ഗ്ലൂ ആൾട്ടൈം HP കിട്ടുന്നത് അതും, അതേപോലെ കേസ് നമ്മുടെ റാഫേൽ ക്യാരക്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലോറേനെയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആ ഒരു ക്യാരക്ടറൊക്കെ വെച്ചിട്ട് നൈസായിട്ട് കേസ് നമ്മുടെ പിഗ്ഗി ബാങ്ക് കൂടി ഇട്ടിട്ട് കുറച്ച് കോയിനൊക്കെ നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട്. അതായത് നമ്മൾ ആ ഒരു ഇവൻറ്റിലെ കേസ്, പുതിയ ഇവൻറ്റ്, അതായത് 9 ഇയർ ആനിവേഴ്സറിയുടെ ആ ഒരു ഇവൻറ്റിനകത്ത് കിട്ടിയ ആ ഒരു പിഗ്ഗി ബാങ്ക് ഉണ്ട് കേസ്. അതായത് മഞ്ഞ കളറുള്ള ആ ഒരു പന്നി മുളകിരിക്കുന്ന ഒരു സാധനമില്ല, പൈസ കിട്ടി വെക്കുന്നത് ആ സാധനം നിലത്തേക്ക് ഇട്ട് വെച്ചാൽ നമുക്ക് കുറച്ച് കോയിനൊക്കെ അതിന് ആ ഒരു സർക്കിളിനകത്ത് നിന്ന് കിട്ടും. സോ അതൊക്കെ എടുത്തിട്ട് നമ്മൾ സെറ്റാക്കി 700 കോയിൻ നമ്മുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി എല്ലാം സെറ്റാണ്. ഞാൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ സർസ് പറഞ്ഞു ആ ലോഞ്ച് പാഡ് അടിച്ചങ്ങ് പോയിട്ട് നേരെ വീക്കിലേക്ക് ഇറങ്ങി അടിച്ചാലോടുന്നു. അവൻ അടിക്കണ ഒറ്റ മൈൻഡേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വേണ്ട, സോണിൻ്റെ കൂടെ തന്നെ പോയാൽ മതി. നമ്മൾ ഈ മാച്ച് ബോയി അടിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. പിന്നെ മാത്രമല്ല ഒരു വട്ടം പോലും ഡെഡ് ആവാനും കൂടെ പാടില്ലല്ലോ. നമ്മളിപ്പോൾ നേരെ ഒന്ന് എനിമിയുടെ വായിച്ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുമ്പിൽ നിന്നും പുറകിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ ആയിട്ട് 4 ടീമൊക്കെ നൈസായിട്ട് അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എത്ര പ്രോ പ്ലെയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് വീണ് കിടക്കത്തെ ഉണ്ടായിരുന്നുള്ളൂ. സോ ആ ഒരു അവസ്ഥ വരാൻ വേണ്ടി പാടില്ലല്ലോ. അതുകൊണ്ട് നൈസായിട്ട് സോണിൻ്റെ കൂടെ തന്നെ ഓടി ബാക്കിലുള്ള നമ്മൾ പോകുന്ന സ്ഥലത്തുള്ള എനിമീസിനൊക്കെ കംപ്ലീറ്റ് ആക്കി ബാക്കിൽ നിന്ന് നമ്മളെ വന്ന് ഒരിക്കലും എനിമി അടിക്കാൻ വേണ്ടി പാടില്ല. സോ അതുകൊണ്ട് സോണിൻ്റെ കൂടെ തന്നെ പോകണം. ഇപ്പോൾ സോണിൻ്റെ പുറകിൽ എന്തായാലും എനിമി വരത്തില്ല. കാര്യം നമ്മുടെ പുറകിൽ എന്താണ് മില്ലാണ്. മില്ലുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഓൾറെഡി അടിച്ച് കംപ്ലീറ്റ് ആക്കിയതുകൊണ്ട് വേറെ എനിമീസിനെ നോക്കണ്ട, ഇങ്ങോട്ട് വരുന്ന അടി മാത്രം നമ്മൾ പിടിച്ചാൽ മതി എന്ന് വിചാരിച്ച് നമ്മൾ നൈസർ കേസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ 900 കോയിൻ. അതിനിടയ്ക്ക് സരസ്വമായിട്ട് കോയിനും പിടിച്ചു കേട്ടോ. ഏതായാലും കേസ് ഗണ്ണൊക്കെ എടുക്കണം. എൻ്റെ ഓൾറെഡി എൻ്റെ AK ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മാഗാണ് എഴുതിയിരിക്കുന്നത്. M10 കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എടുക്കണം എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ M10 നന്നായിട്ട് കളിക്കും കേസ്. സത്യം പറയാലോ, ഇതുവരെ ഞാൻ യൂസ് ചെയ്യാത്ത ഗണ്ണായിരുന്നു M10 ഒക്കെ. അതൊക്കെ ഇപ്പോൾ നൈസായിട്ട് കേസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുന്ന സമയത്ത് ഒരു വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അവനാണെങ്കിൽ 100-110 സ്പീഡ് വന്നിട്ട് സരസിൻ്റെ മുമ്പിൽ വന്നിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവനെ അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവൻ ഗ്ലൂവാൾ ചുറ്റുവിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ദാണ്ട് കേസ് അവൻ്റെ ടീമേറ്റ് വേറെ ജീപ്പൊക്കെ പിടിച്ച് വരുന്നു. 2 പേര് വേറെ വണ്ടിക്കകത്ത് കേസ്, ഒരു ടീമിലുള്ള ആൾക്കാർ കേട്ടോ. ഞാൻ ഒന്നും നോക്കില്ല കേസ്, മാഗ് വെച്ച് നേരെ വണ്ടിക്കകത്തേക്ക് വെടിവെച്ച് അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി നോക്കെടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഏട്ടാ അടി. മറ്റേനാണെങ്കിൽ കേസ് വണ്ടി എടുത്തിട്ട് ഇവൻ കൊണ്ടുവന്ന വണ്ടി എടുത്തുകൊണ്ട് പോയി ഞാൻ AK വെച്ച് നല്ല രീതിക്ക് ഡാമേജ് കൊടുക്കേണ്ടെന്ന് ആവശ്യം വന്നില്ല. കാര്യം നമ്മുടെ സർസൂനെ നല്ല പട്ടിയാക്കിയാണ് അവനെ വിട്ടിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു ഗ്രൂപ്പ് എടുത്തിട്ട് ഞാൻ മൊത്തം ഈ ഒരു മാച്ചിലെടുത്ത് 5 കില്ല് കേസ്. എത്ര 5 കില്ല് ഈ ഒരു മാച്ചിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 11 റേറ്റിംഗ് നമുക്കായിട്ടുണ്ടായിരുന്നു. നമുക്ക് നേരെ പോയിട്ട് മേളിലേക്ക് പോയിട്ടുണ്ടല്ലോ ഒരു ഹിറ്റ് ലിസ്റ്റ് ഒക്കെ മേടിച്ചാലോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പിന്നെ ആലോചന വന്നത്. കാര്യം അതൊക്കെ ഒരു ആഡംബരമല്ലേ, അതിൻ്റെ ആവശ്യം എന്താ ഇരിക്കുന്നത്? നമ്മുടെ പ്ലാൻ എന്താണ്? ഒരു വട്ടം പോലും ചാവാൻ വേണ്ടി പാടില്ല, ഇങ്ങോട്ട് വരുന്ന അടി എടുക്കണം, മാക്സിമം കില്ല് എടുക്കണം, ബുള്ളി എടുക്കണം. സോ ഇതൊരു ചലഞ്ച് പോലെ എടുത്തു പോകുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ഹിറ്റ് ലിസ്റ്റ് ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ അത് പണിക്ക് മേലെ പണിയല്ലേ. സോ അതുകൊണ്ട് നമ്മൾ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും സരസു നൈസായിട്ട് കേസ് അവൻ്റെ പെറ്റ്, ആ ഒരു ലിസാർഡ് പെറ്റില്ലേ കേസ്, ഓക്കെ അൽവേറോ എന്ന് തോന്നുന്ന പേര്. എന്തായാലും ആ ഒരു പെറ്റ് യൂസ് ചെയ്ത് എനിമിയുണ്ടെന്ന് മനസ്സിലായി. ആ കാട്ടുവാഴയാണെങ്കിൽ ഉണ്ടല്ലോ കുതിരയെടുത്ത് നമ്മുടെ എന്താണ് ആ ഒരു മിഷ ക്യാരക്ടറിലെ കേസ് അതും ഇട്ടിട്ട് നമ്മുടെ കുതിരപ്പുറത്ത് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചോടെ നോക്കിയ സമയത്ത് അവനുണ്ടല്ലോ നൈസായിട്ട് കേസ് ആ ഒരു എന്നെപ്പോലെ തന്നെ മാഞ്ഞിട്ട് നമ്മുടെ സരസുവിൻ്റെ വായിലേക്ക് കയറുന്നു. സരസുവിന് അവനൊക്കെ അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കാൻ നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. എന്തായാലും അതിനുശേഷം സരസു റിവൈവ് ആക്കിയ സമയത്ത് എനിക്ക് 5 കില്ലും അതേപോലെ 19 പേര് സ്റ്റിൽ അലൈവാണ് കേട്ടോ. പിന്നെ 11 റേറ്റിംഗും ഉണ്ട്. സരസു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഞാൻ വീഴുന്നാണ് വിചാരിച്ചത്, പക്ഷേ വീണിട്ടുണ്ടായിരുന്നില്ല. അറിയാലോ സരസു ആണേ. അതിനുശേഷം കേസ് നേരെ ഉണ്ടല്ലോ ആ മേളിലേക്ക് പോയിട്ട് ആ ഒരു ഹിറ്റ് ലിസ്റ്റ് കല്ലൊക്കെ മേടിച്ച് ബാക്കിയുള്ള എനിമീസിനെ കൂടെ എന്താണ് നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ കൂടെ കണ്ടുപിടിക്കണ്ടേ. അതിന് വേണ്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കോയിൻ കിട്ടി, പക്ഷേ വേണ്ട, ഹിറ്റ് ലിസ്റ്റ് വേണ്ട കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മൈൻഡിലേക്ക് വരുന്നൊരു കാര്യം. നമ്മൾ സ്ക്വാഡായിട്ട് കളിക്കുന്ന സമയത്ത് ഞാനും സിജോ ചേട്ടനും പീനട്ടും സരസും എല്ലാവരും കൂടെ കളിക്കുന്ന സമയത്ത് നമ്മൾ മെയിൻലി ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇങ്ങോട്ട് ഹിറ്റ് ലിസ്റ്റ് മേടിച്ച് വരുന്ന ആൾക്കാരെ നേരെ അങ്ങോട്ട് എന്നിട്ട് 4 പേരെയും വാരിപ്പറക്കി അടിച്ചെങ്കിൽ കൊല്ലും. സോ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. കാര്യം മൊത്തം സ്ക്വാഡിനെ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റത്തില്ലേ, അതുകൊണ്ട് കേട്ടോ. എന്തായാലും ഈ പ്രശ്നം നമ്മൾ ആ ഒരു മണ്ടത്തരം കാണിക്കുന്നില്ല. പിന്നെ മാത്രമല്ല നമ്മൾ നിൽക്കുന്ന ലോബിയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം ഹീറോയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഹീറോയ്ക്ക് 2 സ്റ്റാർ സംതിങ് ആണ് എനിക്കുണ്ടായിരുന്നത്. സരസും അതേപോലെ 4 സ്റ്റാറോ 5 സ്റ്റാറോ കണ്ടോ കേട്ടോ. എന്നാലും ഈ ഒരു സമയത്ത് ഗെയിം കളിക്കുന്ന സമയത്ത് അത്യാവശ്യം പൊട്ടന്മാരൊന്നും ആയിരിക്കത്തില്ല വരത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് ന്യൂബ് അക്കൗണ്ടിൽ നിന്ന് ഹീറോയ്ക്ക് എടുക്കണം എന്നൊരു മാച്ച് കളിച്ചിട്ടാണ് അത്യാവശ്യം എനിക്കൊരു ഗെയിം പ്ലേ ഒന്ന് സെറ്റായി വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓപ്പോസിറ്റ് എനിമീസ് ഒക്കെ പറയുന്ന പൊട്ടന്മാരായിരിക്കത്തില്ലല്ലോ. ഈ ലോബിൽ തന്നെ കളിച്ച് തയ്ച്ച് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് കയറി വന്ന് അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അമാർക്കും ഇങ്ങനെ ഒരു വട്ടം പോലും ചാവരുത് അങ്ങനത്തെ ഒന്നും അമാർക്കുണ്ടായിരിക്കത്തില്ല. അമാർക്കൊന്നും നമ്മളെയും കൊന്ന് അവനും ചത്ത് ബാക്കിയുള്ള ടീമേറ്റ് പൊക്കിയോടും ചുമ്മാ അങ്ങ് കളിക്കണം. അതാണ് അവന്മാരുടെ ലക്ഷ്യം. കാര്യം റിവ്യൂ പോയിന്റ് കുറേ ഉണ്ടല്ലോ. അതുകൊണ്ട് പക്ഷേ കേസ് നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്ത് കളിക്കണം, ചാവാൻ വേണ്ടി പാടില്ല, മാക്സിമം കില്ലെടുക്കണം, പോയി അടിക്കണം. ഇതൊക്കെ നോക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു മാച്ച് പോയി അടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്നൊരു കാര്യം നോക്കിയിട്ട് നമ്മൾ റിഡ്ജിൻ്റെ സൈഡിൽ കൂടെ കേസ് സോണൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് സോണിൻ്റെ സൈഡിലുള്ള റിഡ്ജിലെ കേസ് അതിലെ കൂടെ നൈസായിട്ട് കേസ് പൊക്കോണ്ടിരിക്കുന്നത്. താഴെ നോക്കുമ്പോൾ ഡ്രോപ്പൊക്കെ എടുക്കുന്നുണ്ട്. ഡ്രോപ്പൊക്കെ ആൾക്കാരൊക്കെ അടിച്ചിട്ട് പോയതാണ് കേട്ടോ. എന്തായാലും അത്യാവശ്യം കില്ലൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ കില്ലിന് വേണ്ടി നോക്കണ്ട, വരുന്നവരൊക്കെ അങ്ങോട്ട് വാരിപ്പറക്കി അടിച്ചാൽ മാത്രം മതി. കാര്യം നമ്മുടെ ഗണ്ണൊക്കെ അടിച്ചിട്ടുണ്ട്. M10 അതേപോലെ AK നമ്മൾ ഓൾറെഡി ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു ചുറ്റിക്ക് വെച്ച് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫുൾ സെറ്റാണ് കേട്ടോ.
അത് മാത്രമല്ല ഗൈസ് ഇതിനകത്ത് കിടിലം പോലത്തെ റിവെഞ്ച് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. നേരത്തെ ഒരു കുതിരയ്ക്കകത്തൊന്നും ഷോ ഓഫ് കാണിച്ചൊരു നായിൻ്റെ മോനല്ലേ, സോ അവനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ചായിരുന്നു. കാര്യം അവൻ അടി അടിച്ചെന്ന് കണ്ടോ, അവൻ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അവൻ വേറെ ലെവലാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തായാലും അവൻ്റെ പേര് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം അങ്ങനെ കളിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതായത് മിഷ ക്യാരക്ടർ ഇട്ടിട്ട് ആ ഒരു കുതിരപ്പുറത്ത് കയറിയിട്ട് കുതിരപ്പുറത്ത് നിന്ന് വെടിവെക്കുന്ന പരിപാടിയില്ല, നല്ല പരിപാടിയാണ്. ഞാൻ അങ്ങനത്തെ ഒരു ചലഞ്ച് ചെയ്യണോ ഗൈസ്, അതായത് കുതിരപ്പുറത്ത് മാത്രം നിന്നൊരു ഗെയിം കളിക്കണോ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഒരു മാച്ച് കിട്ടിലും പോലത്തെ മാച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോയ്ക്ക് വേണ്ടിയിലാണ്. സോ കിട്ടിലും പോലത്തെ ബോയ് അടിക്കണം എന്നൊരു ഒറ്റ മൈൻഡാണ്. ഇത്രയും കഷ്ടപ്പെട്ട് അവസാനം കൊണ്ട് കളയാന്നൊക്കെ പറഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഗെയിം പ്ലേയുടെ നമ്മുടെ ഗെയിം പ്ലേയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് മാത്രമല്ല ഗെയ്സ്, ഞാൻ ഓരോ കളിക്കുന്ന ഗെയിം പ്ലേൻ്റെയും സരസുവിൻ്റെ POVയും കൂടെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാര്യം അതും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാം. കാര്യം സരസും എന്നെ പോലെ തന്നെ കിട്ടുക്കം പോലെ ഗെയ്സ്, നമ്മളൊക്കെ കിട്ടുക്കം പ്ലേയേഴ്സ് തന്നെ. സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം തന്നെയാണ് കേട്ടോ. ഒരു മാച്ച് കഴിയുമ്പോഴത്തേക്കും കൂടെയുള്ള ആൾക്കാരെ കില്ലിടുമ്പോൾ തന്നെ എൻ്റെ മോനെ ലോബി മൊത്തം നമ്മളാണല്ലോ എടുത്ത് എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു മാച്ചിനകത്ത് ബാക്കിയുള്ള ആൾക്കാരുടെയും കൂടെ കളിയും അവരുടെ കൂടെ സ്കില്ലും അവരുടെ കൂടെ POVയും കൂടെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. കാര്യം ഈ ഒരു ചാനലിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടുണ്ടായി കാര്യമുണ്ടല്ലോ. ഇനി ഞാൻ കുറച്ച് ബിസി ആയിരിക്കും. അപ്പോൾ കുറച്ചധികം വീഡിയോസ് നിങ്ങളെ ഒന്ന് കാണിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ സ്കോഡിനെ മീഗം എന്ന് പറഞ്ഞ ഈ ഒരു സ്കോഡിനെ എല്ലാവരിലേക്കും ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട് ഞാൻ പറയുന്നതാണ്. അത് കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒന്ന് പറയടേ കാണാൻ താല്പര്യമുണ്ടെന്ന്. എന്തായാലും അതിലൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം അതും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. എന്തായാലും മുമ്പോട്ട് പോകുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. കാര്യം ഓൾറെഡി സോൺ വന്നിട്ടുണ്ട്. ഇനി അടുത്ത സോൺ പ്രെഡിക്റ്റ് ചെയ്ത് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ചെന്തായാലും ഓപ്പണിലായിരിക്കും എനിക്ക് മനസ്സിലായി. സോ നോക്കുമ്പോഴത്തേക്കും നീല വണ്ടിക്കകത്ത് കേസ് 2 പേര് വഴിയെ പോകാനായിരുന്നു. എന്തായാലും പിടിച്ചങ്ങടിച്ച് അവന്മാരെ വണ്ടിയും പൊട്ടിച്ച് കയറി വന്ന സമയത്തിനുണ്ടല്ലോ, ഞാൻ നൈസായിട്ട് കേസ് മാഞ്ഞിട്ട് അവന്മാരെ ഒന്ന് കളിപ്പിച്ച് നേരെ കേസ് M10 വെച്ച് ഒരുത്തിനടിച്ച് കംപ്ലീറ്റ് ആക്കി. അവൻ്റെ പേര് നോക്കുക കേസ്, എൻ്റെ മോനെ ആ ഒരു കുതിരക്കകത്ത് വന്നവനില്ല കേസ്, അവൻ്റെ ടീം തന്നെ അവൻ തന്നെ അവനെ കണ്ടറിയത്തില്ല നമുക്ക്. എന്തായാലും കേസ് അവനെ അങ്ങ് അടിച്ച് കിടിലം പോലെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ വേറെ എല്ലാവരും കേട്ടോ. മൊത്തം കേസ് 6 കിലോ എടുത്ത് 1 കിലോ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റവനെ അടിച്ചത് സരസുമാണ് കേട്ടോ. എന്തായാലും അവന്മാരടിച്ച് കംപ്ലീറ്റ് ആക്കി 12.3 റേറ്റിംഗും 8 പേരെ ലൈവും 6 കിലോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നോക്കുന്ന സമയത്ത് ഈ 8 പേരുണ്ട്. നോക്കുവാണെങ്കിൽ 6 എനിമീസ് നിൽപ്പുണ്ട്. അവന്മാർ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ടോപ്പ് 10 ഒക്കെ എത്തിക്കൊണ്ട് നമുക്ക് ഗണ്ണുണ്ടല്ലോ, നമുക്ക് അവയ്ക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ AK ഞാൻ അവയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി AK 99 ആയിട്ടുണ്ട്. അതേപോലെ കേസ് M10 99 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. തൊട്ടുമ്പോൾ നോക്കുമ്പോഴത്തേക്കും ഒരുത്തനാണെങ്കിൽ ഗ്ലൂ വാൾ ഇട്ടേക്കുന്നു. അവനെയാണെങ്കിൽ ഗ്ലൂ വാൾ വെച്ച് അടിച്ച് പൊട്ടിക്കുമ്പോഴത്തേക്കും സരസ് എന്താണ് ആ ഒരു കില്ലെടുത്തു വേറെ ലെവൽ റഷ് ചെയ്ത് അവനെ കംപ്ലീറ്റ് ആക്കി. ആ ടീമിനെ അങ്ങ് സ്ക്വാഡ് ഡ്യൂവിനെ അങ്ങ് കംപ്ലീറ്റ് ആക്കണം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് അവസാനമാകുമ്പോഴത്തേക്കും കലവടച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. സോൺ നോക്കി നല്ല പക്ക സേഫായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു മാച്ച് പിടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ ഒന്ന് ഹോൾഡാക്കി നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവന് അങ്ങോട്ട് മേടിക്കാതെ നൈസായിട്ട് കേസ് ഞാൻ ഉണ്ടല്ലോ ആ ഒരു മാഞ്ഞിട്ട് നേരെ ഓടി വന്നിട്ടുണ്ടല്ലോ. മേളിൽ കാണുന്ന സ്ഥലമില്ലേ ഗേസ്, ആ ഒരു സ്ഥലം നമ്മുടെ ഒരു എന്താണ് ഷെഡ്, ആ ഷെഡ് നിന്ന് കഴിഞ്ഞാൽ നല്ല കിടിലം പോലത്തെ വ്യൂ കിട്ടും എന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് അബദ്ധത്തിൽ ഞാനങ്ങ് ചാടി പോവുകയും ചെയ്തു. തൊട്ട് മുമ്പ് നോക്കുമ്പോഴത്തേക്ക് 2 പേരും കൂടെ നിൽക്കുന്നു കേട്ടോ. എന്തായാലും ഒരു ഗ്ലൂ വാൾ ഇട്ടു. എന്തായാലും മുമ്പ് തമ്മി ഫൈറ്റ് ആയതുകൊണ്ട് AK വെച്ച് ഒരുത്തനെ നോക്ക് എടുത്തു. രണ്ടാമത്തേനാണെങ്കിൽ നൈസ് അടിക്കേസ് കയറി വരുന്ന സമയത്ത് അവരെയും കൂടെ അടിച്ച് കംപ്ലീറ്റ് ചെയ്ത് മൊത്തം 8 കില്ല് കിടിലം പോലത്തെ ഒരു DOIP ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗേസ്. എന്തായാലും ഗേസ് ആ ഒരു DOIP എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ ഗേസ് നമ്മുടെ എന്താ ഈ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടല്ലോ ഒരു ഹൈപ്പിൻ്റെ ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. കാണുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് പ്ലീസ് ഗൈസ് ഓക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഓക്കെ. എന്തായാലും ഹൈപ്പ് ചെയ്ത് സെറ്റാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. മാക്സിമം ഹൈ പോയിന്റ് വരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ കുറേ പേര് നമ്മുടെ വീഡിയോ കാണൂല്ലേ, നിങ്ങളെപ്പോലെ നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്കും സന്തോഷം നിങ്ങൾക്ക് സന്തോഷം, നഷ്ടമൊന്നും ഇല്ലല്ലോ അവിടെ. ഒന്ന് സെറ്റപ്പൊക്കെ എടുത്ത് ശ്രമിക്കുക കേട്ടോ. എന്തായാലും പിഗി ബാങ്ക് ഇട്ടിട്ട് കുറച്ച് കോയിനൊക്കെ എടുത്തു. ആ കോയിനെടുത്ത് തന്നെ മെയിൻ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ വല്ല ഗണ്ണും അടിക്കുകയാണെങ്കിൽ അത് അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നിന്നാണ്. നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഗണ്ണൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി സെറ്റാണ്, ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. തൊട്ട് മുമ്പ് നോക്കുമ്പോഴത്തേക്കും ഒരുത്തരാണെങ്കിൽ മാഞ്ഞിട്ട് എൻ്റെ അതേ പവറിൽ ഒരു നിൽപ്പുണ്ടായിരുന്നു. അവനെയും കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കി 9 കില്ലിൽ കിടിലം പോലത്തെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇന്നത്തെ ഒരു മാച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കിടക്കുമ്പോഴത്തെ വേറെ ലെവൽ വീഡിയോ ആണ്. ബൈ ഗൈസ്.